പ്രവാസ ലോകത്തെ വാർത്തകൾ നോക്കാം. അപരിചിതമായ QR കോഡുകൾ സ്കാൻ ചെയ്യരുതെന്ന് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശം. പൊതുസ്ഥലങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും കാണുന്ന അപരിചിതമായ QR കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇത്തരം നടപടി വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായേക്കാം. സാമ്പത്തിക ഇടപാടുകൾക്കായി ഔദ്യോഗികവും വിശ്വസനീയവുമായ QR കോഡുകൾ ഉപയോഗിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിശദാംശങ്ങളും കൈക്കലാക്കാൻ തട്ടിപ്പുകാർ പുതിയ രീതികൾ ഉപയോഗിക്കുകയാണെന്നും ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. QR കോഡുകൾ വഴി വ്യാജ വെബ്സൈറ്റുകളിലേക്ക് ഉപയോക്താക്കളെ നയിച്ച് പാസ്വേഡുകളും ബാങ്ക് വിശദാംശങ്ങളും ചോർത്തുന്നതാണ് പ്രധാന തന്ത്രം. ചില സാഹചര്യങ്ങളിൽ കോഡ് സ്കാൻ ചെയ്യുന്നതോടെ തന്നെ അപകടകാരിയായ സോഫ്റ്റ്വെയറുകൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ആവാൻ സാധ്യതയുണ്ട്. സുരക്ഷയ്ക്കായി ഫോണിൽ അപ്ഡേറ്റഡ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയും ബാങ്കിംഗ് ഇടപാടുകൾക്ക് ഔദ്യോഗിക ആപ്പുകൾ മാത്രം ആശ്രയിക്കുകയും വേണം. സംശയകരമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ കാര്യം റിപ്പോർട്ട് ചെയ്യണമെന്നും പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പോസ്റ്റ് ഇൻസ്പെക്ഷൻ സംവിധാനവുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി. സംരംഭകർക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാവില്ല. സംരംഭകർക്ക് ലൈസൻസിംഗ് നടപടികളിലെ കാലതാമസം ഒഴിവാക്കുന്നതിന് പോസ്റ്റ് ഇൻസ്പെക്ഷൻ സംവിധാനം മസ്കറ്റ് മുനിസിപ്പാലിറ്റി അവതരിപ്പിച്ചു. സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപുള്ള പരിശോധനകൾക്കായി കാത്തുനിൽക്കാതെ തന്നെ സംരംഭകർക്ക് വ്യവസായം തുടങ്ങാനാകും. പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം അധികൃതർ നേരിട്ടെത്തി പരിശോധനകൾ നടത്തി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. ചെറുകിട ഇടത്തരം സംരംഭകർക്കും മറ്റ് നിക്ഷേപകർക്കുമാണ് ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത്. ഇത് വിപണിയിലെ സുതാര്യത വർദ്ധിപ്പിക്കുകയും നിക്ഷേപകർക്ക് മികച്ച അനുഭവം നൽകുകയും ചെയ്യും. ബിസിനസ് ഉടമകൾ സ്വന്തം നിലയിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ വിസ കാലാവധി കഴിഞ്ഞവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിരീക്ഷിക്കും. നിയമവിരുദ്ധ പ്രവർത്തനം വർദ്ധിക്കുന്നതിനാലാണ് ഈ നടപടി. കുവൈറ്റിൽ വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കർശനമായി നിരീക്ഷിക്കാൻ കുവൈറ്റ് സെൻട്രൽ ബാങ്ക് പ്രാദേശിക ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതകൾ തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഈ തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വിസ കാലാവധി കഴിഞ്ഞ തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനെയും ബാങ്കുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഓട്ടോമേറ്റഡ് ലിങ്ക് സേവന സംവിധാനം പ്രയോജനപ്പെടുത്താം. ഈ സംവിധാനം വഴി തൊഴിൽ പെർമിറ്റ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബാങ്കുകൾക്ക് ലഭിക്കും. നിയമലംഘനങ്ങൾ തടയുന്നതിന് ബാങ്കുകൾ അതീവ ശ്രദ്ധ ചെലുത്തണമെന്നും നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.